കുറച്ചുകൂടെ കഴിഞ്ഞു പോയാ മതിയായിരുന്നു. ഞാൻ പറഞ്ഞു ഇന്ന് പോവണ്ട, നാളെ പോവാന്ന്. സായില്ല അമ്മ ഇനിയും വരാം. ഇനിയിപ്പോ എങ്ങനെ പോകും നിങ്ങള്? ഓട്ടോ വിളിച്ചു പോവാം. എത്തിക്കഴിഞ്ഞിട്ടൊന്ന് വിളിക്കണം കേട്ടോ. ഫോട്ടോസ് അയക്കാൻ മറക്കില്ല. ബൈ. എന്തൊക്കെ കാണുന്നത്. നീ പോവല്ലേ. എന്താ നീ എന്തൊരു വൃത്തികെട്ട സ്വഭാവം നിനക്ക്. അമ്മ അങ്ങനല്ല. എങ്ങനെയല്ലാന്ന് മിണ്ടരുത്, നീ മിണ്ടരുത്. പോലും പറയൂലായിരുന്നു ഹോസ്റ്റലില്. ചേച്ചി എനിക്ക് തോന്നി എന്താന്നറിയോ, ഇവക്കും മറ്റേ രണ്ട് പിള്ളേരല്ലേ, ഇവരൊരു ഗ്യാങ് ആണ്. ഈ കൊച്ചിനെ ഒറ്റപ്പെടുത്തുന്നത്. ഇന്നൊരാൾ കേറി വന്ന് രണ്ടെണ്ണം പറഞ്ഞപ്പോ സ്വന്തം മക്കളുടെ വിശ്വാസം പോയി. നീ പറഞ്ഞ എന്തെങ്കിലും കുഴപ്പ കൊച്ചിന് ഇവിടെ വന്നിട്ട് ജ്യൂസ് കൊടുത്തിട്ടൊന്നല്ലാന്ന് പറഞ്ഞു, ഈ വീട് കണ്ടിട്ടൊന്നല്ല. അതിനാണെങ്കിൽ കാശുള്ളതിന്റെ ഒരു അഹംഭാവവും ഇല്ല. അത്ര നല്ല കൊച്ച്. മാമി എനിക്കും മനസ്സിലാവില്ല. നമ്മള് നന്ദനെ അവളും അങ്ങനെ ശരിക്കും മുത്ത ഇങ്ങനെ നീ നോണ പറഞ്ഞിട്ടുണ്ട്. അതെ, നീ ഇങ്ങനത്തെ സ്വഭാവം ഒന്നും അല്ലായിരുന്നു നിനക്ക്. ഞാൻ ഹോസ്റ്റലിലെ വേറൊരു കൊച്ചിനെ വിളിച്ചിട്ട് ഇവിടെ എങ്ങനെയാണ് കേൾപ്പിച്ചത്. മറ്റേ രണ്ട് കൂട്ടുകാരുള്ള പോലെ ഉള്ളവങ്ങളായിരിക്കൂല്ലേ എല്ലാം. പോയി അതുങ്ങള് നല്ല പിള്ളേരായിരുന്നു. നല്ലതല്ല എന്റെ അടുത്തല്ലേ വഴി ചോദിച്ചത്. പറഞ്ഞായിരുന്നു അങ്കിളിനെ കണ്ടെന്ന് പറഞ്ഞു. അതിനൊരു കൊച്ചിനെ ഞാൻ അറിയും, കൊടങ്ങാവളെ ഉള്ളല്ലേ. അതിനകത്ത് ലക്ഷ്മി മറ്റേ ടീഷർട്ട് ജീൻസ് ഒക്കെ ഇട്ട്. അയ്യോ പാവം. അത് കൊടങ്ങാവളെ. പിന്നെ നമ്മുടെ പള്ളി സമിതിയുടെ പുറകെ താമസിക്കുന്ന ഗോപിയണ്ണനെ അറിയത്തില്ലേ? ഉത്സവ സ്റ്റാളിലൊക്കെ ഈ ഉത്സവത്തിനൊക്കെ മറ്റേ കപ്പലിന് കച്ചവടം ചെയ്യുന്ന ഗോപിയണ്ണ. ആ ഗോപിയണ്ണന്റെ മോളാ. അതിതല്ല, നല്ല കാശുള്ള വീട്ടിലെ കൊച്ച്. ആര് പറഞ്ഞു? മറ്റേ മെലിഞ്ഞ ഗോപിയാണെന്നല്ലേ? അയ്യോ അത് ഈ കൊച്ചല്ല. എന്റെ ദൈവമേ, ഞാൻ ചോദിച്ചപ്പോ ആ കൊച്ചു സമ്മതിച്ചല്ലോ. എന്നോട് വഴി ചോദിക്കാതെ ഞാൻ അന്നേരം കണ്ടപ്പോഴേ മനസ്സിലായി കൊച്ചിനെ പോലെ കാണുന്നതല്ലേ. ഞാൻ ഗോപിയണ്ണന്റെ മോളല്ലേ അന്ന് പറഞ്ഞു. എനിക്കറിയാം കൊച്ചിനെ. അതിപ്പോ ആ ഗോപിയണ്ണന്റെ അളിയൻ ഇവിടെ ശ്രീകാര്യത്തെങ്ങാണ്ട് താമസിക്കുന്നുണ്ട്. അവിടെ വാടക അങ്ങോട്ട് താമസിക്കാം. ഈ കൊച്ചിന് 4-5 കാറുണ്ട്, ബൈക്കുണ്ടെന്നൊക്കെ പറഞ്ഞു വീട്ടില്. ഗോപിയണ്ണന്റെ സൈക്കിള് പഞ്ചറായിട്ട് അത് പഞ്ചറൊട്ടിക്കാൻ പോലും പറ്റാതെ അങ്ങനെ ഇരിക്കുന്നത്. അങ്ങനക്ക് വീടൊന്നുമില്ല, അവിടെ വാടകയ്ക്കായിരുന്നല്ലോ. ഇപ്പോഴാണ് നമ്മുടെ ബാഗലേ മെമ്പർ എല്ലാവരും ഏർപ്പാടാക്കി 4 സെന്റ് വസ്തു വീടിന് കൊടുത്തത് പോലും. അവർ പുറമ്പോക്കിൽ ഷെഡ് കെട്ടിയല്ലേ താമസിച്ചോണ്ട്. റിച്ചാ അങ്കിളിന് അവളുടെ അച്ഛൻ അറിയാന്ന് പറഞ്ഞോ? പിന്നെ അമ്മക്ക് മനസ്സിലായില്ലേ, റൊണാൾഡോ അങ്കിളിന് അവളുടെ അച്ഛൻ അറിയാന്നുള്ളതുകൊണ്ടാണ് ഇവിടെ ഒന്ന് ഷോറക്കാത്ത. പിടിക്കുമല്ലോ. എന്താ സംഭവം? അവള് പറഞ്ഞത് അവളുടെ അച്ഛന് 4 കാറുണ്ട്, 2 ബൈക്കുണ്ട്, വീട് മൊത്തം സെൻട്രലൈസ്ഡ് AC. തള്ളായിരുന്നു. ഇവിടെ വന്നിട്ട് പാവം. ഇപ്പൊ എനിക്ക് വിളിച്ചു പറയണം. ആരെ വിളിച്ചു പറയണോന്ന്? ഇത് പൊളിക്കട്ടെ. അവൾ അങ്ങനെയല്ലേ ഇവിടെ പറയണേ. മുത്തേ, ഇനി അത് വിളിച്ച് 10 പേരോട് പറഞ്ഞു ഇനി ആ കൊച്ചിനെ നാണം കെടുത്തുന്ന എന്തിനാ? സത്യം പറയണ്ട, അവളെ എല്ലായിടത്തും ഇങ്ങനെയല്ലേ പറയുന്നത്. ഒരുപാട് സത്യം ഒന്നും പറയണ്ട. പിള്ളേരാകുമ്പോ അങ്ങനെ അല്പം സ്വല്പം നുണയൊക്കെ ഇങ്ങനെ പറയും. നമ്മളെല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ സ്കൂളിൽ പഠിപ്പിക്കുമ്പോ പറയുകയൊക്കെ ചെയ്യും. കഞ്ഞി കൂടുതൽ ഇട്ടാൻ വേണ്ടി ഞാൻ അവിടെ കഞ്ഞി വിളമ്പോ അമ്മച്ചിയോട് പറഞ്ഞ പള്ളിയിലച്ഛന്റെ മോനാണ് പറഞ്ഞേക്ക്. സാരയില്ല, പിള്ളേരല്ലേടി എന്ന് വെച്ചാൽ നീ അങ്ങനെ പറയണ്ട കേട്ടോ. ബിരിയാണി ഉണ്ട്, സമാധാനമായി. അതൊക്കെ ഉണ്ട്.